വിദേശ മാമ്പഴ കൃഷിയുടെ പുതിയ ഹബ്ബായി മാറിയിരിക്കുകയാണ് ത്രിപുരയിലെ ഗന്താത്വിസ. വിളയുന്നത് ജപ്പാനിലെ മിയാസാക്കി മുതൽ അമേരിക്കൻ റെഡ് പാമർ വരെ. ചുരുങ്ങിയ കാലം കൊണ്ട് പ്രദേശം ലോകോത്തര നിലവാരമുള്ള മാമ്പഴങ്ങളുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. പരമ്പരാഗത കൃഷിരീതികളിൽ നിന്ന് ലാഭകരമായ മാമ്പഴ കൃഷിയിലേക്ക് ചുവടുമാറ്റിയിരിക്കുകയാണ് ത്രിപുരയിലെ ഗന്താത്വിസ മേഖലയിലുള്ള കർഷകർ. തരിശുനിലങ്ങളെ മാന്തോട്ടങ്ങളാക്കി. മികച്ച ലാഭവും അനുകൂലമായ കാലാവസ്ഥയുമാണ് കർഷകരെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള മാമ്പഴ കൃഷിയിലേക്ക് ആകർഷിച്ചത്. നെല്ല്, ചണം തുടങ്ങിയ പരമ്പരാഗത കൃഷികളിൽ നിന്നുള്ള ലാഭം കുറയുകയും ചെയ്തു. കർഷകർ ഉയർന്ന വരുമാനം നൽകുന്ന ഹോർട്ടിക്കൾച്ചർ കൃഷിയിലേക്ക് ഇതോടെ തിരിഞ്ഞു. മേഖലയിലുടനീളം വിദേശി സ്വദേശി ഇനങ്ങളിൽപ്പെട്ട മാവുകൾ നിറഞ്ഞ വലിയ തോട്ടങ്ങൾ കാണാം. ജൂൺ പകുതിയോടെ വിളവെടുപ്പ് ആരംഭിക്കാനിരിക്കെ വലിയ പ്രതീക്ഷയാണ് കർഷകർക്കുള്ളത്. ত্রিপুরার মধ্যে এখন খুব একটা ভালো একটা সম্ভাবনা দেখা যাচ্ছে। তো আমি কৃষক ভাইদের বলবো যাতে আম বাগান করে আগামী দিনের জন্য প্রজন্মের জন্য যাতে তারা একটা দিক উন্মোচন করতে পারে ভালো। এবং এই বাগানটার পেছনে আমার এগ্রিকালচার গন্ডা তৈশার থেকেও আমি সহযোগিতা পেয়েছি অনেক, আর ফরেস্ট ডিপার্টমেন্ট থেকেও আমাকে বনজ যে চারাগুলা এই চারাগুলো আমি বেশ কয়েকটা পেয়েছি। যেমন পেয়েছি আমি এই যে ফুলের গাছ, এই যে নামটা এই মুহূর্তে ভুলে গেলাম। ജപ്പാന്റെ മിയാസാക്കി, തായ്ലൻഡിന്റെ യാങ്യാങ്, ബനാന മാംഗോ, ബാരിപ്പൂർ, അമേരിക്കൻ റെഡ് പാമർ തുടങ്ങി നിരവധി വിദേശ ഇനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. കൃഷി വനം വകുപ്പുകളുടെ പിന്തുണയോടെയാണ് കൃഷി. കർഷകർക്ക് ഗുണനിലവാരമുള്ള വിദേശ മാവിൻ തൈകൾ കുറഞ്ഞ നിരക്കിലോ അല്ലെങ്കിൽ സൗജന്യമായോ നൽകുന്നുണ്ട്. വരണ്ട മാസങ്ങളിൽ തോട്ടങ്ങളിൽ വെള്ളമെത്തിക്കാൻ കൃഷിവകുപ്പ് സബ്സിഡിയോടുകൂടി ജലസേചന പദ്ധതികളും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള മാമ്പഴങ്ങൾ വൻ നഗരങ്ങളായ കൊൽക്കത്ത, ഡൽഹി, മുംബൈ എന്നിവിടങ്ങളിലേക്കും ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കുന്നുണ്ട്. ഗന്താത്വിസയിലെ മാമ്പഴ കൃഷിയുടെ വിജയകരമായ മുന്നേറ്റം കാർഷിക വൈവിധ്യവൽക്കരണത്തിന്റെയും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയുടെയും മികച്ച ഉദാഹരണമായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക്, അമൃത TV.